ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. ഒരു ഫാക്ടറിയിൽ ഒരു പ്രധാനപ്പെട്ട വസ്തു നിർമ്മിക്കുന്നു. അത് നിർമ്മിച്ചു കഴിഞ്ഞപ്പോൾ ബാക്കി വരുന്ന കട്ടിയുള്ള ഇരുണ്ട നിറമുള്ള ദ്രാവകം ആളുകൾ അതിനെ ഒരു വേസ്റ്റ് പ്രൊഡക്റ്റായി കണ്ടു. പക്ഷേ വർഷങ്ങൾക്കു ശേഷം ആ വേസ്റ്റ് പ്രൊഡക്റ്റിൽ നിന്ന് ഒരു പുതിയ പാനീയമുണ്ടായി. അത് പിന്നീട് കരീബിയൻ ദ്വീപുകളിൽ നിന്ന് കപ്പലുകളിലേക്ക് എത്തി. പൈറേറ്റ്സിൻ്റെ കഥകളിൽ അത് പ്രത്യക്ഷപ്പെട്ടു. ബ്രിട്ടീഷ് നേവിയുടെ ഡെയിലി റേഷനിൽ അതായി മാറി. അങ്ങനെ ലോകം മുഴുവൻ അറിയുന്ന ഒരു പേരായി റം. പക്ഷെ റം ആരാണ് കണ്ടുപിടിച്ചത്? അത് ശരിക്കും ഇവിടെ നിന്നാണ് വന്നത്. ഒരു മാലിന്യം പോലെ ഉണ്ടായിരുന്ന മൊളാസസ് എങ്ങനെയാണ് റമ്മായി മാറിയത്? ഇതാണ് റമ്മിൻ്റെ അതിശയകരമായ ചരിത്രം. ഈ വീഡിയോ ആരെയും മദ്യം കഴിക്കാൻ പ്രോത്സാഹിപ്പിക്കാനോ മദ്യം ഉപയോഗിക്കണമെന്ന് പറയാനോ വേണ്ടിയുള്ളതല്ല. നമ്മൾ റം എന്ന പാനീയത്തിൻ്റെ ചരിത്രമാണ് ഇവിടെ പങ്കുവയ്ക്കാൻ പോകുന്നത്. നമുക്കധികം താമസിക്കാതെ വീഡിയോയിലേക്ക് പോകും. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമെന്ന് ഞാൻ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു. റമ്മിൻ്റെ ചരിത്രം മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമ്മൾ കരിമ്പിനെ കുറിച്ച് അറിയണം. കരിമ്പ് ചതച്ച് അതിൽ നിന്ന് മധുരമുള്ള ജ്യൂസ് എടുക്കുന്നു. ഈ ജ്യൂസ് ചൂടാക്കി അതിൽ പഞ്ചസാര ക്രിസ്റ്റൽസ് ആയി വേർതിരിക്കുന്നു. പക്ഷേ ഈ പ്രോസസ്സ് കഴിഞ്ഞാൽ പഞ്ചസാര മുഴുവനും ക്രിസ്റ്റലായി മാറില്ല. ഒരു കട്ടിയുള്ള ഇരുണ്ട നിറമുള്ള സിറപ്പ് ബാക്കി വരും. ഇതാണ് മൊളാസസ്. ഇന്ന് മൊളാസസ് പല വിധത്തിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ടെങ്കിലും ആദ്യകാലത്തിൽ പഞ്ചസാര വ്യവസായത്തിൽ ഇതിനെ പലപ്പോഴും ഒരു പ്രധാന ഉൽപ്പന്നമായാണ് കണക്കാക്കിയിരുന്നില്ല. പഞ്ചസാരയായിരുന്നു പ്രധാന ലക്ഷ്യം. മൊളാസസ് അതൊരു ബൈ പ്രൊഡക്റ്റ് അഥവാ പ്രധാന വസ്തു ഉണ്ടാക്കിയ ശേഷം ബാക്കി വരുന്ന വസ്തു. പക്ഷേ ചിലർ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിച്ചു. മൊളാസസിൽ ഇപ്പോഴും പഞ്ചസാര ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ചോദ്യമുയർന്നു. ഇത് വെറുതെ കളയുന്നതിന് പകരം മറ്റെന്തെങ്കിലും ഉണ്ടാക്കാൻ കഴിയുമോ? അവിടെയാണ് റം എന്ന പാനീയത്തിൻ്റെ കഥ തുടങ്ങുന്നത്. 17ാം നൂറ്റാണ്ടിൽ കരീബിയൻ പ്രദേശങ്ങളിൽ ഷുഗർ പ്ലാന്റേഷൻ അതിവേഗം വളരാൻ തുടങ്ങി. ബർബഡോസ് പോലുള്ള ദ്വീപുകൾ പഞ്ചസാര ഉൽപ്പന്നത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങളായി മാറി. കരിമ്പ് കൃഷി വർദ്ധിച്ചു. കൂടുതൽ കരിമ്പ്, കൂടുതൽ പഞ്ചസാര, അതിനൊപ്പം കൂടുതൽ മൊളാസസ്. പഞ്ചസാര വ്യവസായം വലുതാകുമ്പോൾ അതിൻ്റെ ബൈ പ്രൊഡക്റ്റായ മൊളാസസ് വലിയ അളവിൽ ലഭിക്കാൻ തുടങ്ങി. ബൈ പ്രൊഡക്റ്റ് നേരത്തെ പറഞ്ഞതുപോലെ ബാക്കിയുള്ള സാധനം. അങ്ങനെ ആളുകൾ മനസ്സിലായി, ഇത് വെറുതെ ഒരു വേസ്റ്റ് അല്ല, ഇതിൽ നിന്നൊരു ഡ്രിങ്ക് ഉണ്ടാക്കാമെന്ന്. മൊളാസസിലെ പഞ്ചസാര ഉപയോഗിച്ച് ഫെർമെൻറ്റേഷൻ വഴി ആൽക്കഹോൾ രൂപപ്പെടുത്താമെന്ന് അവർ കണ്ടെത്തി. പിന്നീട് ആ ലിക്വറിനെ കുറിച്ച് ശക്തമായി സ്പിരിറ്റ് ആക്കി മാറ്റാനുള്ള രീതികൾ വികസിച്ചു. ഇതിൻ്റെ ആദ്യകാല രൂപങ്ങൾ ഇന്നത്തെ മോഡേൺ റമ്മ് പോലെ ഇല്ലായിരുന്നു. അവ വളരെ റഫായിരുന്നു. അതിനാൽ ചിലപ്പോൾ അതിന് ഡെവിൾ പോലുള്ള പേരുകളും ഉപയോഗിച്ചിരുന്നു. പക്ഷേ കാലക്രമേണ ഈ പാനീയത്തിൻ്റെ രുചിയും നിർമ്മാണ രീതികളും മെച്ചപ്പെട്ടു. ആരാണ് റം കണ്ടുപിടിച്ചത്? ഇതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യം. ഒരു വ്യക്തി കണ്ടുപിടിച്ചതാണോ റം? ഇല്ല. സിറ്റിസൺ പോലെയോ മറ്റേതെങ്കിലും ഒരാൾ ഒരു ദിവസം ഇരുന്ന് ഇന്നു മുതൽ റം കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞതല്ല. റം പതുക്കെ വികസിച്ചതാണ്. ഷുഗർ ഇൻഡസ്ട്രി വളർന്ന മൊളാസസ് ലഭിച്ചു. ആളുകൾ അതിൽ പരീക്ഷണം നടത്തി. ഫെർമെൻറ്റേഷൻ, ഡിസ്റ്റിലേഷൻ തുടങ്ങിയ രീതികൾ വികസിച്ചു. അങ്ങനെ പല സ്ഥലങ്ങളായി ഷുഗർ കെയിൻ ബേസ്ഡ് സ്പിരിറ്റ് ഉണ്ടാക്കാൻ തുടങ്ങി. അതുകൊണ്ട് റം കണ്ടുപിടിച്ച ഒരാളാണെന്ന് ഉറപ്പിച്ച് പറയാൻ ചരിത്രത്തിൽ കഴിയില്ല. എന്നാൽ ബാർബഡോസിന് റമ്മിൻ്റെ ആദ്യകാല ചരിത്രത്തിൽ വളരെ പ്രധാന സ്ഥാനമുണ്ട്. 1647 ഒരു രേഖയിൽ ബാർബഡോസ് കിൽ ഡെവിൾ എന്ന ശക്തമായ പാനീയത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ബാർബഡോസിനെ റമ്മിൻ്റെ ആദ്യകാല കൊമേഴ്ഷ്യൽ ഹിസ്റ്ററിയിലെ പ്രധാന കേന്ദ്രമായി നമ്മൾ പറയാൻ വന്നത് റമ്മിൻ്റെ ഇരുണ്ട ചരിത്രമാണ്. ഇവിടെ നമുക്കൊരു പ്രധാന കാര്യം പറയേണ്ടതായിട്ടുണ്ട്. റമ്മിൻ്റെ ചരിത്രം വെറും പൈറേറ്റ്സിൻ്റെയും അഡ്വഞ്ചറിൻ്റെയും കഥയല്ല. ഷുഗർ ഇൻഡസ്ട്രി വളർന്നത് കൊളോണിയൽ പ്ലാന്റേഷൻ സിസ്റ്റങ്ങളോടും എൻസ്ലേവ്ഡ് ആഫ്രിക്കൻ പീപ്പിളിൻ്റെയും നിർബന്ധിത തൊഴിലിനോടും വളരെ അടുത്ത ബന്ധത്തിലായിരുന്നു. കരിമ്പ് കൃഷി, ഹാർവെസ്റ്റിംഗ്, മിൽസ്, ഷുഗർ പ്രൊഡക്ഷൻ, ഈ വ്യവസായത്തിൽ എൻസ്ലേവ്ഡ് പീപ്പിളിൻ്റെ അധ്വാനം വലിയ രീതിയിൽ ഉപയോഗപ്പെട്ടു. അതുകൊണ്ട് ഷുഗറിൻ്റെയും മൊളാസസിൻ്റെയും റമ്മിൻ്റെയും ചരിത്രം അറ്റ്ലാന്റിക് സാലറിയുടെയും കോളനൈൽസിൻ്റെയും ചരിത്രത്തിൽ നിന്ന് വേർതിരിക്കാനാവില്ല. ഇത് റമ്മിൻ്റെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട, പക്ഷേ പലപ്പോഴും സിനിമകളിലും അഡ്വർടൈസ്മെൻറ്റും ഒഴിവാക്കുന്ന ഭാഗമാണ്. ഈ ഡ്രിങ്കിൻ്റെ പിന്നിൽ ഒരു വലിയ എക്കണോമിക് സിസ്റ്റം ഉണ്ടായിരുന്നു. അതിൻ്റെ വലിയ സമ്പത്തും ഉണ്ടായിരുന്നു. അത് പറയുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ പറഞ്ഞ ഒരുപാട് പേരുകൾ ഞാൻ ഇവിടെ പറഞ്ഞായിരുന്നു. അതിൽ ചില പേരുകളുടെ പ്രൊനൗൺസിയേഷൻ തെറ്റാണെങ്കിൽ ക്ഷമിക്കണം നിങ്ങൾ. പിന്നെ അതോടൊപ്പം മനുഷ്യരുടെ ചൂഷണവും ഉണ്ടായിരുന്നു. യുനെസ്കോയുടെ ചരിത്രരേഖകൾ ബാർബഡോസിലെ ഷുഗർ, മൊളാസസ്, റം വ്യവസായ
അറ്റ്ലാന്റിക് വേൾഡിൻ്റെ സാമ്പത്തികവും സാമൂഹികവുമായ ചരിത്രവും ആഴത്തിൽ ബന്ധപ്പെട്ടിരുന്നു രേഖപ്പെടുത്തുന്നു. ഞാൻ നേരത്തെ പറയാതെ ഒരു കാര്യമുണ്ടായിരുന്നു, വേസ്റ്റ് പ്രൊഡക്റ്റിൽ നിന്നും വാല്യുബിൾ പ്രൊഡക്റ്റിലേക്ക്. ഇവിടെയാണ് റമ്മിൻ്റെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. ഒരു ഫാക്ടറിക്ക് ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു. ആ വേസ്റ്റ് പ്രൊഡക്റ്റിൽ നിന്ന് ആളുകൾ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി. പിന്നീട് മനസ്സിലാക്കി ഇത് വെറുതെ കുടിക്കാൻ മാത്രമല്ല, വിൽക്കാനും കഴിയും. അങ്ങനെ മൊളാസസിന് പുതിയൊരു വാല്യൂ ലഭിച്ചു. ഇതോടെ ഷുഗർ പ്ലാന്റേഷൻ്റെ അടുത്ത് തന്നെ ഡിസ്റ്റിലറീസ് വളരാൻ തുടങ്ങി. പഞ്ചസാര ഉണ്ടാക്കുന്ന സ്ഥലത്ത് നിന്ന് ലഭിച്ച മൊളാസസ് ഉപയോഗിക്കുന്ന സ്പിരിറ്റ് ഉണ്ടാക്കാം. അതായത് ഒരു പ്ലാന്റേഷനിൽ കരിമ്പ്, പഞ്ചസാര, മൊളാസസ്, റം എന്നൊരു വലിയ എക്കണോമിക് ചെയിൻ രൂപപ്പെട്ടു. ഒരു ഫുഡിൻ്റെ വേസ്റ്റ് പ്രൊഡക്റ്റിൻ്റെ റോ മെറ്റീരിയൽ ആയി മാറി. ഇതൊരു വലിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അടുത്തേ പറയുന്നത് പൈറേറ്റ്സും റമ്മും തമ്മിലുള്ള ബന്ധം. ഇനി വരാം ഏറ്റവും പോപ്പുലർ ഭാഗത്തേക്ക്, പൈറേറ്റ്സ്. ഇന്ന് സിനിമയിൽ പൈറേറ്റ്സ് എന്ന് കേൾക്കുമ്പോൾ പലപ്പോഴും റം ഓർമ്മ വരും. ഇതിനൊരു ഹിസ്റ്റോറിക്കൽ റീസൺ ഉണ്ട്. കരീബിയൻ കടൽ വ്യാപാരത്തിൻ്റെ പ്രധാന കേന്ദ്രമായിരുന്ന ഷുഗർ, മൊളാസസ്, റം എന്നീ കപ്പലുകൾ കൊണ്ടുപോയി സെയിലേഴ്സിനും ട്രേഡേഴ്സിനും റം പരിചിതമായിരുന്നു. അങ്ങനെ റമ്മിനും കടൽ യാത്രയ്ക്കും തമ്മിൽ ശക്തമായ ബന്ധം രൂപപ്പെട്ടു. പക്ഷേ ഒരു കാര്യം ഓർക്കണം, എല്ലാ പൈറേറ്റ്സും എല്ലായ്പ്പോഴും റം കുടിച്ചുകൊണ്ടിരുന്നു എന്നത് സിനിമകളുടെ എക്സാജറേഷനാണ്. എന്നാൽ കരീബിയനിലെയും സെയിലേഴ്സിൻ്റെയും ചരിത്രത്തിൽ റമ്മിന് യഥാർത്ഥത്തിൽ വലിയ സ്ഥാനമുണ്ടായിരുന്നു. അടുത്തതായി പറയുന്നത് ബ്രിട്ടീഷ് നേവിയും റമ്മും തമ്മിലുള്ള ബന്ധമാണ്. റമ്മിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ചാപ്റ്ററിലൊന്നാണ് ബ്രിട്ടീഷ് റോയൽ നേവി. ഒരു കാലത്ത് ബ്രിട്ടീഷ് സെയിലേഴ്സിന് റം റേഷൻ നൽകുന്ന പതിവ് ഉണ്ടായിരുന്നു. അതൊരു ചെറിയ ഡെയിലി റേഷനായിരുന്നു. പിന്നീട് ഈ പതിവ് റോയൽ നേവിയുടെ വലിയ ട്രഡീഷണലായി മാറി. ഇവർക്ക് നൽകുന്ന റേഷൻ ടോട്ട് എന്നാണ് വിളിച്ചിരുന്നത്. ഇത് വെറും ഡ്രിങ്ക് മാത്രമല്ല, അത് നേവി കൾച്ചറിൻ്റെ ഭാഗമായിരുന്നു. കാലക്രമേണ റമ്മിൻ്റെ സ്ട്രെങ്ത് പരിശോധിക്കാൻ ബ്രിട്ടീഷ് നേവി പ്രത്യേക രീതികൾ ഉപയോഗിച്ചു. റമ്മിൻ്റെ സ്ട്രെങ്ത് പിന്നീട് അഡ്മിറൽ എഡ്വാർഡ് ബെർണോൺ സെയിലേഴ്സിന് വെള്ളം ചേർത്ത് റം നൽകാൻ നിർദ്ദേശിക്കുന്നു. ഈ മിക്സറിന് പിന്നീട് ഗ്രോഗ് എന്ന പേര് ലഭിച്ചു. റമ്മും ബ്രിട്ടീഷ് നേവിയും തമ്മിലുള്ള ബന്ധം നൂറ്റാണ്ടുകളായി തുടർന്നു. പക്ഷേ ഒടുവിൽ ടെക്നോളജി മാറി. ഷിപ്സ് കൂടുതൽ അഡ്വാൻസ്ഡായി. വെപ്പൺസ്, നാവിഗേഷൻ, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്നിവ കൂടുതൽ കോംപ്ലക്സ് ആയി. അപ്പോൾ ഡ്യൂട്ടി സമയത്ത് ആൽക്കഹോൾ റേഷൻ ഒരു പ്രശ്നമായി കാണാൻ തുടങ്ങി. 1969 അഡ്മിറലിലെ റം റേഷൻ അവസാനിക്കാൻ തീരുമാനിച്ചു. 1970 ജൂലൈ 31 ബ്രിട്ടീഷ് റോയൽ നേവിയിലെ അവസാന ഡെയിലി റം റേഷൻ വിതരണം ചെയ്തു. ആ ദിവസം ചരിത്രത്തിൽ ബ്ലാക്ക് ഡോട്ട് ഡേ എന്ന പേരിൽ അറിയപ്പെട്ടു. അങ്ങനെ നൂറ്റാണ്ടുകൾ നീണ്ട നേവി റം ട്രഡീഷൻ അവസാനിച്ചു. കാലം മാറി റം ഒരു ഗ്ലോബൽ ഇൻഡസ്ട്രിയായി മാറുന്നു. കാലം കടന്നപ്പോൾ റം കരീബിൽ മാത്രം ഒതുങ്ങിയില്ല. ഷുഗർ കെയിൻ വളർന്നു. പല രാജ്യങ്ങളിലും റം പ്രൊഡക്ഷൻ വികസിച്ചു. വ്യത്യസ്ത രാജ്യങ്ങളിൽ വ്യത്യസ്ത രീതികൾ ഉപയോഗിച്ചു. മൊളാസസ് ആയിരുന്നു പ്രധാന റോ മെറ്റീരിയൽ. ചില സ്ഥലങ്ങളിൽ ഫ്രഷ് ഷുഗർ കെയിൻ ജ്യൂസ് ഉപയോഗിച്ചു. അതിനാൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളായി ഉണ്ടാകുന്ന റമ്മുകൾക്ക് ടേസ്റ്റ്, കളർ, സ്മെൽ എന്നിവ വ്യത്യാസമുണ്ടായി. ക്ലിയർ, ചിലത് ഡാർക്ക്, ചിലത് ബാരൽ ഏറെക്കാലം സൂക്ഷിച്ചതിനാൽ വ്യത്യസ്ത നിറവും ഫ്ലേവറും നേടി. ഇങ്ങനെ റം ഒരു ലോക്കൽ കരിബിയൻ ഡ്രിങ്കിൽ നിന്ന് ഗ്ലോബൽ സ്പിരിറ്റായി. ഒന്ന് ചുരുക്കി പറയാം, ഒരു കരിമ്പിൽ നിന്ന് പഞ്ചസാര നിർമ്മിച്ച ശേഷം ബാക്കിയുള്ള മൊളാസസ് ആളുകൾ ആദ്യം അതിനെ ഒരു ബൈ പ്രൊഡക്റ്റായി കണ്ടു. പിന്നീട് അതിൽ നിന്ന് ആൽക്കഹോൾ ഉണ്ടാക്കാൻ തുടങ്ങി. കരിമ്പിൽ അത് വളർന്ന് കോളനി ഷുഗർ എക്കോണമിയുമായി ബന്ധപ്പെട്ടു. സെയിലേഴ്സിലേക്കും ഷിപ്സിലേക്കും എത്തി. പൈറേറ്റ് സ്റ്റോറീസിൽ സ്ഥാനം നേടി. ബ്രിട്ടീഷ് നേവിയുടെ ഡെയിലി റേഷനായി മാറി. പിന്നെ ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു സ്പിരിറ്റായി മാറി. അതുകൊണ്ട് റമ്മിൻ്റെ ചരിത്രം വെറും ഒരു ആൽക്കഹോൾ ഡ്രിങ്കിന് കഥയല്ല, ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് എങ്ങനെയാണ് ഇൻഡസ്ട്രിയായി മാറി എന്ന കഥയാണ്. അതോടൊപ്പം ഷുഗർ, കോളനിസം, സാലറി, ട്രേഡ്, നേവി, പൈറേറ്റ്സ്, ടെക്നോളജി ഇവയെല്ലാം ചേർന്ന ഒരു വലിയ ചരിത്രമാണത്. അപ്പോൾ അടുത്ത തവണ റം എന്ന പേര് കേൾക്കുമ്പോൾ ഒരു ബോട്ടിൽ മാത്രം ഓർക്കണ്ട, അതിൻ്റെ പിന്നിൽ ഒരു വലിയ ചരിത്രമുണ്ട്. കരിമ്പ് പാടങ്ങളിൽ നിന്ന് ആരംഭിച്ച് ചരിത്രം, പഞ്ചസാര ഫാക്ടറികളിലൂടെ കടന്നുപോയ ചരിത്രം, മൊളാസസ് എന്ന ബൈ പ്രൊഡക്റ്റിൽ നിന്ന് വളർന്ന ചരിത്രം, കരീബിയൻ കടലിലൂടെ സഞ്ചരിച്ച ചരിത്രം, സെയിലേഴ്സിൻ്റെ നേവിയുടെയും കഥകളിൽ ചേർന്ന ചരിത്രം, ഒരു കാലത്ത് വേസ്റ്റായി കണ്ട ഒരു വസ്തു പിന്നീട് ലോകമെമ്പാടും പ്രശസ്തമായ ഒരു പേരായി മാറി. അതാണ് റം. ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ടു വാച്ച്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അടുത്ത വീഡിയോ വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ കുറച്ച് വീഡിയോസ് സ്പെക്കും അങ്ങനത്തെ കുറച്ച് വീഡിയോസ് എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കയറി കാണാവുന്നതാണ്. താങ്ക്സ്.